തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള പ്രശസ്തമായ ശിവക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. തഞ്ചാവൂർ പെരിയ കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രം ചോള വാസ്തുവിദ്യയുടെ വിസ്മയമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്ര സമുച്ചയം തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രം അകലെയാണ്. ചോള രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ രാജാവായിരുന്ന രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. AD 1003 നിർമ്മാണം ആരംഭിച്ച് AD 1010 പൂർത്തിയാവുകയുണ്ടായി. ഇതിന്റെ നിർമ്മാണ വൈദഗ്ധ്യം കാരണം ഈ ക്ഷേത്രം രാജരാജേശ്വരം അറിയപ്പെടുന്നു. ക്ഷേത്ര ഗോപുരത്തിന് മുകളിലുള്ള കുംഭം അഥവാ മകുടം ഏകദേശം 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ്. ഇത്രയും വലിയ കല്ല് അക്കാലത്ത് എങ്ങനെ ഇത്രയും ഉയരത്തിലെത്തിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. ഉച്ച സമയത്ത് പ്രധാന ഗോപുരത്തിന്റെ നിഴൽ നിലത്ത് വീഴില്ല എന്ന ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. വാസ്തുവിദ്യാപരമായ പ്രത്യേകതയാൽ നിഴൽ ക്ഷേത്രത്തിന്റെ തന്നെ തറയിൽ വീഴുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കവാടത്തിൽ കാണുന്ന കൂറ്റൻ നന്ദി പ്രതിമയും ഒറ്റക്കല്ലിൽ തീർത്തതാണ്. 1.5 അതായത് 1.3 ലക്ഷം ടണ്ണ് കരിങ്കല്ലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ ഒരു രാജകീയ ദർശനമുണ്ട്. കാഞ്ചീപുരത്ത് താമസിക്കുമ്പോൾ രാജരാജ ചോളനും ദൈവിക പ്രേരണയാണ് തഞ്ചാവൂരിൽ ഇത്രയും വലിയൊരു ക്ഷേത്രം നിർമ്മിക്കാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു. തന്റെ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിന് അനുയോജ്യമായ രീതിയിൽ ദക്ഷിണമേരു, അതായത് തെക്കിന്റെ മഹാമേരു പർവ്വതം പോലെ ഒരു ക്ഷേത്രം അദ്ദേഹം ഭാവന ചെയ്തു. ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലുള്ള 80 ടൺ ഭാരമുള്ള കല്ല് ശിഖരം ഉയർത്താൻ പണിത വലിയ മൺപാത നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കഠിനമായ വെയിലിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് അലങ്കാരിപത്തി എന്ന തൈര് പകർന്നു നൽകുമായിരുന്നു. അവരുടെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ രാജാവിന്റെ സ്വന്തത്തിൽ വരികയും താൻ ആ വൃദ്ധയുടെ തണലിലാണ് വിശ്രമിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. ഇതറിഞ്ഞ രാജാവ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്ത് ആ വൃദ്ധയുടെ പേര് കുത്തിവെച്ചു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലുള്ള കൂറ്റൻ നന്ദി പ്രതിമ വർഷങ്ങൾ കഴിയുന്തോറും വളർന്നു എന്ന ശില്പികൾ നന്ദിയുടെ പുറകിൽ ഒരു ആണി തറച്ചാണ് ഈ വളർച്ച നിർത്തിയതെന്ന് പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഈ വിഗ്രഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദി പ്രതിമകളിൽ ഒന്നാണ്. ഐതിഹ്യത്തെക്കാൾ ഉപരി ഈ ക്ഷേത്രത്തെ വിസ്മയിപ്പിക്കുന്നത് ഇതിന്റെ നിർമ്മാണമാണ്. കല്ലുകൾ തമ്മിൽ കോർത്തുവെക്കുന്ന ഇന്റർലോക്കിംഗ് രീതിയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഗോപുരത്തിന്റെ നിലത്ത് വീഴാത്ത രീതിയിലെ വാസ്തുവിദ്യയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടെയുള്ളത്. ബൃഹദീശ്വരൻ, അതായത് ഏറ്റവും വലിയ ഈശ്വരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദർശനത്തിനായി ക്ഷേത്രം രാവിലെ 6 മുതൽ 12 വരെയും വൈകുന്നേരം 4 മുതൽ 8 വരെയും തുറന്നിരിക്കുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ ഇത് വ്യത്യാസമുണ്ടാവും. ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ക്ഷേത്രമായതിനാലും പുരാതനമായ ക്ഷേത്രമായിരുന്നാലും ഈ ക്ഷേത്രത്തിലെ വസ്ത്രങ്ങൾ എപ്പോഴും മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. മുണ്ട്, ഷർട്ട്, ധോത്തി, പാൻസ് ഒന്നും കുഴപ്പമില്ല. ചെറിയ ബർമുഡ പോലുള്ള വസ്ത്രങ്ങളോ ലെഗിൻസുകളോ ഒക്കെ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഏവരും ശ്രദ്ധിക്കണം. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ളത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനാണ്.
എത്ര 650 ഫൈബർ